നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. ഞാൻ നിവ്യയുടെ ഫേസ് മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് മുമ്പേ അവർ ട്രോപ്പിക്കൽ ഫ്രൂട്ട് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നിവ്യയുടെ സെയിം മോയ്സ്ചറൈസർ തന്നെ, പക്ഷേ അതിൻ്റെ സ്മെല്ല് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. പ്രൈമറായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് മാറ്റ് പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫേസ് നന്നായിട്ട് മാറ്റിഫൈ ചെയ്യും. നിങ്ങളുടെ ഓയിലി ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രൈമറാണിത്. കുറച്ച് കഴിയുമ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പം ഓയിലിനെസ് മൂക്കിൻ്റെ ഭാഗത്തൊക്കെ എസ്പെഷ്യലി ഓയിൽ ഫേസുകാർക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പ്രൈമറാണിത്. അടുത്തതായിട്ട് ഞാൻ ഐ മേക്കപ്പാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഐലിഡ്സ് ഒന്ന് കൺസീൽ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് NYBൻ്റെ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്പർ 10 ആണ്. അവർ കുറേ ഷെയ്ഡ് റേഞ്ച് ഉണ്ട് കേട്ടോ NYBയുടെ കൺസീലേഴ്സ്. അപ്പം നിങ്ങൾ കൺസീലേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. വിലയും അധികം വിലയൊന്നുമില്ല, 195 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഒരു കൺസീലർ 195 റുപ്പീസിന് നല്ല വേർത്താണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മെഗാഗോ കോണ്ടൂർ പാലറ്റിൽ ഒരു പ്രസ്ഡ് ബനാന പൗഡർ പോലത്തെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ക്രീസ് ചെയ്യും. ഐ ഷാഡോ പാലറ്റ്, ഇത് ജാക്ലിൻ ഹിൽ പാലറ്റ് മോർഫി എന്നുള്ള പാലറ്റാണ്. അതിനകത്ത് എല്ലാ ഷെയ്ഡ്സും ഉണ്ട് ഓൾമോസ്റ്റ്. അതിനകത്ത് നിന്ന് ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ട്രാൻസിഷൻ കളറായിട്ട് അപ്ലൈ ചെയ്യാണ്. ട്രാൻസിഷൻ കളറായിട്ട് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ സ്കിന്നിനേക്കാളും 1-2 ഷെയ്ഡ്സ് ഡാർക്കർ ആയിട്ടുള്ള ഒരു കളർ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വല്ലാണ്ട് ഡാർക്ക് കളറായിട്ട് അപ്ലൈ ചെയ്യരുത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിയുന്നതും നിങ്ങളെ ഷെയ്ഡിനോട് ഒരു 2-3 കളർ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അടുത്തത് ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രിക്ക് ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു ഫുൾ കട്ട് ക്രീസ് അല്ലേ ചെയ്യുന്നത്. അപ്പം ആ ഫുൾ കട്ട് ക്രീസിൻ്റെ മേലെ ഭാഗത്തായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളർ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ബ്രഷ് എവിടെയാണ് വെക്കേണ്ടതെന്നും എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ണ് തുറന്ന് പിടിക്കുമ്പോൾ ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ കാണും. അപ്പം ആ ഒരു കോൺട്രാസ്റ്റാണ്. ആ ഒരു കളറ് ഇനിയൊരു താഴത്ത് അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യുക. അതാണ് ഐ മേക്കപ്പ് ഭംഗിയാക്കാനുള്ള ഏറ്റവും വലിയ കീ ടിപ്പ് എന്ന് പറയുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ബ്രഷ്, ഇത് വളരെ ചെറിയൊരു ബ്രഷാണ്. നമ്മൾ ക്രീസ് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഉപയോഗിച്ചില്ല കൺസീലർ. ആ കൺസീലർ വെച്ചിട്ട് നമ്മൾ ഐലൈനർ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുറച്ച് കട്ടിയുള്ള ഒരു കൺസീലർ എടുത്തോളൂ കേട്ടോ. എന്നിട്ട് കണ്ണിങ്ങനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ലൈന് കിട്ടും, കണ്ടില്ലേ? എന്നിട്ട് ആ ലൈന് കണക്ട് ചെയ്യുക. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇത് ചെയ്യുമ്പം കുറച്ച് കെയർഫുള്ളായിട്ട്, കുറച്ച് എന്താ പറയുക, ക്ഷമയോടെ കൂടെ ചെയ്യണം. നിങ്ങൾ ധൃതി പിടിച്ച് ചെയ്താൽ അത് പരക്കാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ട് ആ ഷേപ്പിൽ കിട്ടണം. പിന്നെ ബ്രഷും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെറിയൊരു ബ്രഷ് തന്നെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. വലിയ ബ്രഷ് പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടില്ല. ചെറിയ ബ്രഷ് പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ ആ ഐലൈനറിൻ്റെ ടെയിൽ വരയ്ക്കില്ലേ, അതേ ഷേപ്പ് പോലെ തന്നെ ഞാൻ പുറത്തേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ഈ മിൻറ്റ് ഗ്രീൻ, ഇതൊരു ഷിമ്മർ ഷെയ്ഡാണ്. ഈ ഒരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ കൺസീലർ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ സെറ്റ് ചെയ്ത് കൊടുക്കരുത്. ആ ഒരു എന്താ പറയുക, ഈർപ്പല്ലേ, അതിങ്ങനെ നനഞ്ഞിരിക്കുകയാണല്ലോ, അതിൻ്റെ മേലെയായിട്ട് ഈ ഒരു ഐ ഷാഡോ നമുക്ക് ഇടാൻ പറ്റണം. അപ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഇട്ട സെയിം കളറ് നന്നായിട്ട് കാണുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് സാവധാനത്തിൽ അതിൻ്റെ മേലെ അതേ ഷേപ്പ് ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ കളറിൻ്റെ സ്ഥാനത്ത് ഗോൾഡൻ കളർ ഇടാം, പിങ്ക് ആയിട്ടുള്ള കളർ ഇടാം, ഷാമ്പെയിൻ ഷെയ്ഡ് എല്ലാം നന്നായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഡാർക്ക് ഷെയ്ഡ് ഇടരുത് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ്സ് ഇടുന്നതാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ഡാർക്ക് കളർ ഇടുന്നതിനേക്കാളും. ഗോൾഡനൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ബ്രൈഡ്സിനൊക്കെ. കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഐ മേക്കപ്പാണ്. പെട്ടെന്ന് ധൃതി പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷേ ചെയ്ത് വരുമ്പോൾ ഈസി ആയിട്ട് വരും.
ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്ത് ചെയ്തത് എന്താ വെച്ചാൽ എല്ലാവർക്കും നന്നായിട്ട് കാണാനും ആ ഡിഫറൻസ് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഞാനൊരു മിൻറ്റ് ഗ്രീന് ഈ ഒരു ഷെയ്ഡ് എടുത്തത്. അപ്പോൾ ആ ഐസ് കഴിഞ്ഞു. ഇപ്പുറത്തെ ഭാഗത്തും അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് വരയ്ക്കുമ്പോൾ ഫസ്റ്റത്തെ നമ്മൾ താഴെ വരയ്ക്കുന്നത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വരണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കത് കറക്റ്റ് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണിങ്ങനെ തുറക്കുമ്പോൾ മേലെ തട്ടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് കവറായിപ്പോയി കേട്ടോ, സോറി. ഞാൻ ഫുൾ അത് ചെയ്യുന്ന ശ്രദ്ധയിലായിപ്പോയി, അപ്പോൾ ക്യാമറയിലേക്ക് കറക്റ്റായിട്ട് നോക്കിയില്ല. അതേപോലെ തന്നെ ഈ ഐസും കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടെയില്, അതൊരു വാല്, പുറത്തേക്കൊരു വാല് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഷേപ്പിലല്ലാണ്ട് നിങ്ങൾക്ക് റൗണ്ടായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇനിയൊരു ഐ മേക്കപ്പിൽ കാണിച്ചു തരാം. ഈ ഒരു വാല് ഒഴിവാക്കിയിട്ട് നമ്മൾ സെമി സർക്കിൾ ആക്കില്ലേ കണ്ണിൻ്റെ ആ ഷേപ്പിൽ തന്നെ താഴെ, അങ്ങനെയും ചെയ്യാം കേട്ടോ. അതും നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് നമ്മൾ ഐ ഷാഡോ അതിൻ്റെ മേലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കണ്ണിൻ്റെ മേലെ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് നിക്കാക്കയുടെ റേഡിയൻ ലിക്വിഡ് ഐ ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ഐ ഷാഡോ ആണ്. ഇതിൽ വളരെ ചെറിയ തോതിലുള്ള ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ അതിനെ ജസ്റ്റ് മേലെയിട്ട് ഈ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് കുറച്ചും കൂടി ഒരു ഷൈനിങ് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു പാർട്ടി മേക്കപ്പ് ഒക്കെ പോലെ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷിമ്മർ ഷെയ്ഡിൽ നിർത്താം കേട്ടോ. ഐലൈനറായിട്ട് ഞാൻ മെബലിൻ്റെ കൊളോസൽ ലൈനറാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു പെൻസിൽ ലൈനറാണ്. ഈ ഒരു ലൈനർ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. കാര്യം എല്ലാവരും പറയും പെൻസിൽ ലൈനർ വെച്ചിട്ട് ചെയ്യാൻ എളുപ്പമാണ്. സാധാരണ എനിക്ക് കുറച്ചും കൂടി എളുപ്പം സാധാരണ ലൈനർ ബ്രഷ് വെച്ചിട്ട് ചെയ്യാനാണ്. ഇത് അത്ര അങ്ങോട്ട് കൺട്രോൾ കിട്ടുന്നില്ല. പിന്നെ അതിൻ്റെ കളറും അത്ര വലിയ പിഗ്മെൻറ്റഡ് അല്ല, അതുകൊണ്ട് വലിയ താല്പര്യമില്ല എനിക്ക്. പിന്നെ നമ്മുടെ മസ്കാര മെബലിൻ്റെ ലാഷ് സെൻസേഷണൽ മസ്കാരയാണ്. ഇതിൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് മസ്കാരയാണ്. കളർ കറക്ഷന് വേണ്ടിയിട്ട് ഞാൻ എൻവൈബേൻ്റെ കൺസീലർ റേഞ്ചിൽ അതിനകത്ത് തന്നെ വരുന്ന നമ്പർ 7 എന്ന് പറയുന്ന ഓറഞ്ച് പ്രിഡ്സൽ എന്ന് പറയുന്ന ഷെയ്ഡാണിത്. അത് വെച്ച് ഇതൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ, എക്സാക്റ്റ് ഓറഞ്ച് ഷെയ്ഡല്ല. അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ താഴെയായിട്ട്. മൂക്കിൻ്റെ മേലെ, വായയുടെ സൈഡിൽ അവിടെയൊക്കെ ചെറിയതായിട്ടൊരു ഡിസ്കളറേഷൻ ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഇടുന്നതിനേക്കാളും ഇങ്ങനെ കളർ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഫ്ലോലെസ് ആയിട്ട് ബേസ് ഉണ്ടാവും. അതിൻ്റെ മേലെയായിട്ട് കൺസീലർ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത സെയിം കൺസീലർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ ഫൗണ്ടേഷൻ ഇടാത്തതിൻ്റെ കാരണം എൻ്റെ കയ്യിലുള്ളത് ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ അല്ല, ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ചിലപ്പോൾ കാണാൻ ഈ ഓറഞ്ച് കളർ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കൺസീലറിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഫൗണ്ടേഷനായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡ് ഫോട്ടോ ഫോക്കസിൻ്റെ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഡെസേർട്ട് ബേജ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഈ ഫൗണ്ടേഷൻ എനിക്ക് എക്സാക്റ്റ് മാച്ചാണ് എൻ്റെ സ്കിൻ ടോണായിട്ട്. എനിക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒരു ഷെയ്ഡ് ഡാർക്കായാലും കുഴപ്പമില്ല, പക്ഷേ ലൈറ്റ് ഷെയ്ഡ് ഇടാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക അതാണ്, എപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോൾ നിങ്ങളെ സ്കിന്നിന് നല്ല മാച്ചുള്ള, ഇല്ല ഒരു ഷെയ്ഡ് ഡാർക്കായാലും കുഴപ്പമില്ല, നിങ്ങളെ മേക്കപ്പ് നന്നായിട്ട് വരും, പക്ഷേ ലൈറ്റ് കളർ ഫൗണ്ടേഷൻ ഇടരുത്.
ഇതിനെ മേലെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കൺസീലർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് ലൈറ്റ് കൺസീലറാണ് കേട്ടോ, ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക്. അതിന് വേണ്ടിയിട്ട് അതിനെക്കൊണ്ടാണ് ഞാൻ ഇത് ഹൈലൈറ്ററായിട്ടും ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഹൈ പോയിൻറ്റ്സിലൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് സെയിം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മെഗാ ഗ്ലോ ആ പൗഡർ, പ്രസ്ഡ് ബനാന പൗഡറാണിത്. ഇതിൻ്റെ ഷെയ്ഡ് കാരമൽ ടോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. അതിൻ്റെ കൂടെ തന്നെ കോണ്ടൂർ പൗഡറും വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പം അത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ക്രീസ് ചെയ്യും, ഭയങ്കര കേക്കി ആയിട്ട് തോന്നും അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് നിങ്ങൾ കോമ്പാക്ട് പൗഡറോ എന്ത് വേണേൽ ഉപയോഗിക്കാം, ടാൽക്കം പൗഡർ ആയാലും ഉപയോഗിക്കാം. പക്ഷേ അത് ചിലപ്പോൾ കേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ സെറ്റ് ചെയ്ത് കൊടുക്കുക, അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അടുത്തതായിട്ട് കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം ആ പാലറ്റിനകത്തുള്ള കോണ്ടൂർ പൗഡർ എടുത്തിട്ട് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ്. കോണ്ടൂർ ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പൊന്നല്ല കേട്ടോ മേക്കപ്പിൽ. നിങ്ങളെ ഫേസ് ഷേപ്പ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ കോണ്ടൂർ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് നല്ല ഷേപ്പുള്ള ഒരു ഫേസ് സ്ട്രക്ചറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടൂർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കുറച്ച് ചബ്ബി ഫേസ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോണ്ടൂർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സും എല്ലാവരും കോണ്ടൂർ ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കോണ്ടൂർ ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലഷ് പാലറ്റാണ്. അതിനകത്ത് നിന്ന് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ഈ ഐ മേക്കപ്പ് കുറച്ച് ബോൾഡ് അല്ലേ, അതുകൊണ്ട് ബ്ലഷ് കുറച്ച് സട്ടിലായിട്ടാണ് ഞാൻ ഇടുന്നത്. രണ്ടും കൂടെ ജാസ്തി ആയി പോയാൽ ബ്ലഷും ഇതും ഒക്കെ കൂടി കോൺട്രാസ്റ്റ് കളറല്ലേ, അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു സട്ടിലായിട്ടുള്ള ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ണിൻ്റെ താഴത്തെ ഭാഗത്ത് ഞാൻ ഐലൈനറോ അല്ലെങ്കിൽ കാജലോ ഒന്നും ഇട്ടിട്ടില്ല. ഐ മേക്കപ്പ് മേലെ ബോൾഡായും കൊണ്ട് താഴെ അങ്ങനെ തന്നെ ക്ലീൻ ആയിട്ട് വെക്കാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ ഒരു മാറ്റ് ഞാൻ മേലെ ഇട്ടില്ലേ, അതേ ഷെയ്ഡിൻ്റെ മാറ്റ് ഷെയ്ഡ് ഉണ്ട് ആ പാലറ്റിനകത്ത്. അത് വെച്ചിട്ട് ജസ്റ്റ് താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് മസ്കാര ഇട്ട് കൊടുത്തു. മേബിലിൻ്റെ ലാഷ് സെൻസേഷണൽ മസ്കാര തന്നെ സെക്കൻഡ് ഫേവറേറ്റ് ആണ്. ആ ബ്ലഷ് പാലറ്റിനകത്ത് തന്നെ ഒരു ലാവൻഡർ ഹൈലൈറ്റർ ഷെയ്ഡ് ഉണ്ട്, അത് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഹൈലൈറ്റ് ചെയ്യണ ഭയങ്കര ഇഷ്ടം കേട്ടോ. പുറത്ത് പോകുമ്പോൾ അല്ല, ഇങ്ങനെ മേക്കപ്പ് ട്യൂട്ടോറിയൽ തരുമ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുമ്പോഴൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത ഫേസ് ആണെങ്കിൽ ഫോട്ടോ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ട് ബൾബ് പോലെയൊന്നും പോകാറില്ല കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഹൈലൈറ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടളയുക. പിന്നെ ലിപ്സ്റ്റിക്കായിട്ട് ഫേസസ് കാനഡേൻ്റെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. ഈ ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് മേലെ ഗ്ലോസ് ആയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു നല്ല ലിപ് ഗ്ലോസ് ആണിത്. ഭയങ്കര സ്റ്റിക്കി ഫീലൊന്നുമില്ല, അങ്ങനെ ഗമ്മ് മാതിരിയൊന്നും ഫീൽ ചെയ്യില്ല, നല്ല ലിപ് ഗ്ലോസ് ആണ്. ഐബ്രോസ് ചെയ്യുന്ന ഞാൻ എല്ലാ വീഡിയോസിലും കാണുന്നതിനെ കൊണ്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഞാനിത് ഒരു ഐബ്രോ പൗഡർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ എല്ലാം ചെയ്ത് ചെയ്യുമ്പം ഐബ്രോസ് എത്ര വേണം അത്ര മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓവറായി പോകും ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്.